നെന്മാറ ഇരട്ട കൊലപാതകത്തിലെ പോലീസ് വീഴ്ചയിൽ റിപ്പോർട്ട് തേടി ADGP. പാലക്കാട് SP-യിൽ നിന്ന് മനോജ് എബ്രഹാം റിപ്പോർട്ട് തേടിയത് പ്രതി ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടും നടപടിയെടുക്കാത്തതിൽ. ചെന്താമരയെ തിരഞ്ഞ് വൻ പോലീസ് സംഘം. ഭാസ്കര കാർണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവ്. മന്ത്രിസഭാ തീരുമാനം 14 വർഷം ശിക്ഷ പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ മകന്റെ ഭാര്യയായ ഷെറിൻ കാർണവരെ കൊന്നത് സ്വത്തിന്റെ അവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയതിലെ പ്രതികാരത്തിൽ. നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി വിവാദത്തിൽ നടൻ ധനുഷിന്റെ വാദത്തിന് അംഗീകാരം. ധനുഷ് നൽകിയ പകർപ്പവകാശ ലംഘന കേസ് തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഹർജി തള്ളി. കേസ് നിലനിൽക്കുമെന്ന് മദ്രാസ് ഹൈക്കോടതി. പ്രമുഖ നടിയുടെ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരന് ലുക്കൌട്ട് നോട്ടീസ്. അമേരിക്കയിലുള്ള സനൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റ് വഴി ശ്രമം തുടങ്ങിയെന്ന് പോലീസ്. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ. സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ഗുർമീത് റാം റഹീമിന് വീണ്ടും പരോൾ. 20 ദിവസത്തെ പരോളിനായി പുറത്തിറങ്ങിയത് അതീവ രഹസ്യമായി. ബലാത്സംഗ കേസിലെ പ്രതിയായ ഗുർമീതിന് പരോൾ അനുവദിക്കുന്നത് ഇത് 12ാം തവണ. ദേരയിലെ ആശ്രമത്തിലേക്ക് മാറിയെന്ന് റിപ്പോർട്ട്. ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ്. ഇന്ത്യയുമായുള്ളത് നല്ല ബന്ധം. രാവിലെ മോദിയുമായി ദീർഘനേരം സംസാരിച്ചെന്നും ട്രംപ്.